സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ആരംഭിച്ചു. പോലീസ് ആസ്ഥാനത്താണ് യോഗം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷീജ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഓരോ ദിവസവും സധൈര്യം വനിതകൾ തങ്ങൾ നേരിട്ട അനുഭവങ്ങൾ, പീഡനങ്ങൾ, ചൂഷണങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരികയാണ്. ഈ സാഹചര്യത്തിലാണ് സിനിമാ മേഖലയിൽ നടക്കുന്ന ഈ അനാശാസ്യകരമായ പ്രവൃത്തികളെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. 7 അംഗ സമിതിയിൽ 4 പേർ വനിതകളാണ്. DIG പദവിയിലുള്ള 4 വനിതകളാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. ഇപ്പോൾ തന്നെ ആദ്യ പരാതി അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. ഇന്ന് യോഗം ആരംഭിച്ചതിന് ശേഷം എടുക്കുന്ന തീരുമാനങ്ങളും വളരെ നിർണായകമാണ്. യോഗം ഇപ്പോൾ ആരംഭിച്ചോ, എപ്പോൾ യോഗം അവസാനിക്കുന്നത് സംബന്ധിച്ചോ, അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള മാധ്യമങ്ങളെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘം വിശദീകരിക്കുക എന്നുള്ള സാധ്യതയുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, തീർച്ചയായും ഏതായാലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇവിടെ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നേതൃത്വത്തിൽ നിന്നും ചെറിയ കൂട്ടിച്ചേർക്കലുകളുണ്ട്. അതായത് എല്ലാ ഉദ്യോഗസ്ഥരും, അതായത് ഈ അന്വേഷണ സംഘത്തിലുള്ള മുഴുവൻ പേരും ഇവിടെ നേരിട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ നേരിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഈ ആദ്യ യോഗത്തിൽ പ്രധാനമായും ഇവർ ആലോചിക്കുന്നത് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പരസ്യമായി പരാതി ഉന്നയിച്ചവരെ നേരിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നാണ് അതും നേരിട്ട് വനിതാ ഉദ്യോഗസ്ഥർ, സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 7 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് 4 മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഈ 4 മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് പ്രധാനമായും ചുമതലകൾ നൽകുന്നത്. ഇവരായിരിക്കും ഈ പരാതിക്കാരെ ബന്ധപ്പെടുക. ഈ പരാതിക്കാരെ ഇതിനകം തന്നെ ബന്ധപ്പെട്ടപ്പോൾ 3 പേർ പരാതിയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ കാര്യത്തിൽ പരാതി ഔദ്യോഗികമായി നൽകി ആ രീതിയിൽ കേസിലേക്ക് കടക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉടൻ ഉണ്ടാകാനാണ് സാധ്യത. മറ്റൊന്ന്, ഒരു പരാതി ഇപ്പോൾ നേരിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലായി വന്നിട്ടുണ്ട്. അതിലും അവരെ നേരിട്ട് ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്നായിട്ടാണ് ഈ പരാതികൾ സ്ത്രീകൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ എല്ലായിടത്തേക്കും ഇവർ എത്തിച്ചേരേണ്ടതുണ്ട്. അവരിൽ നിന്ന് കൃത്യമായി നേരിട്ട് തന്നെ മൊഴി ശേഖരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ജില്ലകളിൽ ആരൊക്കെ എന്ന രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ ഈ യോഗത്തിൽ തയ്യാറാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഇതിനകം തന്നെ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ADGP H. വെങ്കടേഷ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വനിതാ ഉദ്യോഗസ്ഥരുടെ തന്നെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിൽ നിലവിലിപ്പോൾ യോഗം ഇവിടെ പോലീസ് ആസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളെ കാണുന്നത് സംബന്ധിച്ച് ഇതുവരെയായി അന്വേഷണ ഉദ്യോഗസ്ഥർ അത്തരത്തിലൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഈ യോഗത്തിന് ശേഷം ഏത് രീതിയിൽ അന്വേഷണം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കുന്നു. ഏതായാലും പറഞ്ഞതുപോലെ തന്നെ ഈ പരാതികൾ വിവിധ ജില്ലകളിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പരാതികൾ എവിടെ എങ്ങനെ സ്വീകരിക്കണമെന്ന് സംബന്ധിച്ചൊക്കെ വ്യക്തമായൊരു തീരുമാനം ഇന്നത്തെ അന്വേഷണ സംഘം കൈക്കൊള്ളേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പിന്നാലെ സർക്കാർ ചെയ്യുന്നതെന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നതിനിടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പേരിൽ ഒരു കോൺക്രീറ്റായ ഒരു പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മേൽ വന്നിട്ടില്ല. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് വിവിധ കോണുകളിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചില സംവിധായകർ, ചില നടന്മാർ ചൂഷണം ചെയ്തതായി, പീഡിപ്പിച്ച അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. അതായത് സ്ത്രീകൾക്ക് സധൈര്യം പരാതി നൽകാൻ ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതിൽ തന്നെ വളരെ കൃത്യമായി ഇന്നയാൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന രീതിയിൽ പെരുമാറി എന്ന് പറയുന്നു. ഇവിടെയാണ് ഒരു സർക്കാരിന് കൃത്യമായി ഇടപെടാൻ കഴിയുന്നത്, നിയമവ്യവസ്ഥയ്ക്ക് കൃത്യമായി ഇടപെടാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി, ആരൊക്കെയാണ് ചുമതല വഹിക്കേണ്ടത്, ഏതൊക്കെ ജില്ലകളിൽ ആരൊക്കെ പരാതികൾ പരിഗണിക്കും എന്ന വളരെ വിശദമായ ചർച്ചകൾ തന്നെയായിരിക്കും, തീരുമാനങ്ങൾ തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുക.
തീർച്ചയായും സിജു, അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. ആ രീതിയിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം കാര്യങ്ങൾ തീരുമാനിക്കുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്ത് നിന്നായിട്ടാണ് പരാതികൾ ഉയർന്നു വരുന്നത്. അതിനൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പുറത്ത് നിന്ന് വന്നിട്ടുള്ള പരാതികളടക്കമുണ്ട്. അത് രഞ്ജിത്തിനെതിരായിട്ടുള്ള പരാതിയിൽ ആ പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ പരാതി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഒരു കേസ് കൂടിയാകുന്നു. അപ്പോൾ ഈ കേസുകളൊക്കെ ഏത് രീതിയിൽ ആരൊക്കെ ഏതൊക്കെ കേസുകൾ പരിഗണിക്കണം എന്നത് സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ ഇന്നത്തെ ഈ യോഗത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അതിനൊപ്പം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിക്കാരെ ഏതായാലും വനിതാ ഉദ്യോഗസ്ഥർ തന്നെ ബന്ധപ്പെട്ടാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ ഒരു സ്വകാര്യത അത് മാനിച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെയാണ് മൊഴി എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റ് ജില്ലകളിലാകുമ്പോൾ ആ ജില്ലകളിലേക്ക് എത്തി മൊഴി എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത് സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണ ഇന്നത്തെ ഈ ആദ്യ യോഗത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അതിനുശേഷം വിപുലമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. സിജു, ഷീജ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് യോഗത്തിന് എല്ലാ ഉദ്യോഗസ്ഥർക്കും എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. പക്ഷേ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ADGP വെങ്കടേഷ്, സ്പർജൻ കുമാർ, ഒപ്പം തന്നെ പൂങ്കുഴലി, മെറിൻ ജോസഫ്, പിന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരും കൃത്യസമയത്ത് തന്നെ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായും കഴിഞ്ഞ ദിവസം നമ്മൾ സ്പർജൻ കുമാറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ പറയുന്നത് പോലെ തന്നെ യോഗം ഏതായാലും ചേരും, പക്ഷേ എല്ലാവർക്കും നേരിട്ട് എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയുള്ളത് കൊണ്ട് ചിലപ്പോൾ ഓൺലൈനായി ചേരാനുള്ളൊരു സാധ്യതയൊക്കെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോഴേതായാലും എല്ലാ ഉദ്യോഗസ്ഥരും ഈ അന്വേഷണ സംഘത്തിലുള്ള 7 പേരും ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ADGPയും എല്ലാവരും ഇവിടെ ഈ പോലീസ് ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഈ യോഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൃത്യമായ രീതിയിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണത്തിൽ ഏതൊക്കെ തരത്തിൽ അന്വേഷണത്തിന്റെ ഒരു വ്യാപ്തി, അതോടൊപ്പം തന്നെ അന്വേഷണം ഏതൊക്കെ രീതിയിൽ വ്യാപിപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് തന്നെയായിരിക്കും ഇന്ന് ഈ യോഗം അവസാനിക്കുക. ഒരു കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് വിപുലമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുക എന്നുള്ളത് മുൻനിർത്തി തന്നെയാണ് ഈ ആദ്യ യോഗം ഇവിടെ ചേരുന്നത്. സിജു, ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.